നമുക്ക് ചെമ്മീൻ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ, വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ. ഇത് കണ്ടോ, നല്ല ലൈവ് ചെമ്മീനാണ് കണ്ടോ. ഇതെങ്ങനെയാണ് നമുക്ക് വേസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണേന്ന് നോക്കാവേ. ആദ്യം നമുക്ക് ചെമ്മീൻ മുഴുവൻ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അതായത് ചെമ്മീൻ നമ്മൾ കിള്ളുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കഴുകിയെടുക്കണം, കാരണം ഒത്തിരി വേസ്റ്റ് ഉണ്ടാവും. ഇത് കിള്ളിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് അതിനകത്തേക്ക് പിടിച്ചാൽ പിന്നെ ആ അഴുക്ക് പോകാൻ പാടാട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതുണ്ട് ഇതുപോലെയുള്ള വേസ്റ്റൊക്കെ ഇങ്ങനെ കഴുകി മാറ്റുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് കിള്ളാം, ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ കഴിക്കാവേ. തവണ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ നമ്മൾ കഴുകി എടുക്കണം കേട്ടോ. കഴുകി ഇങ്ങനെ വാരി എടുക്കണം, അല്ലാതെ ഇങ്ങനെ കഴുകി ഇങ്ങനെ ഊറ്റിക്കളയല്ല, കഴുകി ഇങ്ങനെ വാരി നമ്മൾ എടുക്കണം. എന്നാലും അതിൻ്റെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് താഴെ അടിഞ്ഞു പോകുള്ളൂ. അപ്പം നമ്മളൊരു 4 പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴുകി ഇങ്ങനെ വാരി എടുത്തിരിക്കുന്ന ചെമ്മീനാട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ വേസ്റ്റൊക്കെ പോയിട്ടുണ്ട്. ആവശ്യമുള്ള ചെമ്മീൻ മാത്രം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നമ്മൾ വേറെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ചത്ത ചെമ്മീനുകളാട്ടോ ഇതെല്ലാം. ബാക്കി കുറച്ചെങ്കിലും ജീവനുള്ളതിനെയൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ ഇത്തിരി ജീവനൊക്കെ ഉള്ള ചെമ്മീനും പിന്നെ ഓൾമോസ്റ്റ് മൊത്തം ചത്ത ചെമ്മീനുമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇത് കിള്ളുവാണെങ്കിൽ, ഈ ഒരു ഫോമിൽ ഇത് കിള്ളുവാണെങ്കിൽ കുറേ വേസ്റ്റ് ഇതിനകത്ത് പോകും കേട്ടോ. നമുക്ക് തലയിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റില്ല, കുറേ വേസ്റ്റ് പോകും. അപ്പോൾ ഇത് വേസ്റ്റ് ഒന്നും പോവാതെ നമുക്ക് ഈ ചെമ്മീൻ്റെ മാക്സിമം, ഒരു ചെമ്മീൻ്റെ മാക്സിമം അതിൻ്റെ മീറ്റ് എങ്ങനെ എടുക്കാമെന്ന് കേട്ടോ ഇനിയിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെമ്മീനിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു കളർ ചേഞ്ച് വരും, അത് ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഈ തിളച്ച വെള്ളം വെച്ച് നല്ല റെഡ് കളറിൽ ഈ ഒരു സംഭവം വരും കേട്ടോ. നല്ലൊരു റെഡ് കളർ വരും. ഈ ഒരു റെഡ് കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഈ ചൂടൊന്ന് ആറാൻ വെച്ച് കഴിഞ്ഞിട്ട് ഇത് സുഖമായിട്ട് നമുക്കിത് കിള്ളി എടുക്കാം കേട്ടോ. അത് കാണിച്ചു തരാമേ. അപ്പോൾ ഇതാ ഈ ഒരു ഫോമിലായിട്ടുണ്ട് ഈ ചെമ്മീൻ. ഇനി ഇത് കിള്ളിയെടുക്കാൻ ഭയങ്കര സുഖമാട്ടോ. ഇനി ഇതെങ്ങനെ കിള്ളണേന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ചെമ്മീൻ്റെ കളർ. ഈ മൊബൈലിൽ ഇത് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ഈ ലൈറ്റിങ് കാരണം, പക്ഷേ നല്ല റെഡ് കളർ, ഒരു റെഡിഷ് ഓറഞ്ച് കളറിലാട്ടോ ഈ ചെമ്മീൻ ഇരിക്കുന്നത്. ഈ ഒരു ഫോമിലാകുമ്പോഴാണ് നമ്മൾ ഈ ചെമ്മീൻ നല്ല സുഖമായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ വലിയ ചെമ്മീൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതുകൊണ്ടോ ഈ തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് തല ഇങ്ങനെ പൊളിച്ചെടുക്കുക. എന്നിട്ട് ഈ തൊലി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. തൊലി ഇങ്ങനെ നന്നായിട്ട് മാറ്റി കൊടുത്തിട്ട് തൊലി ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഈ വാലിൻ്റെ ഇവിടെ പ്രസ് ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. ആവശ്യമുള്ളത് മാത്രം ചെമ്മീൻ കിട്ടും. കണ്ടോ, ഇത്രയും നമുക്ക് മീറ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ തല മാത്രം ഇങ്ങനെ അങ്ങ് എടുക്കുകയാണെങ്കിൽ ഇത് ഇത്രയും ഭാഗം അങ്ങ് പോയി കിട്ടുമേ. അങ്ങനെ എടുക്കാതെ തല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞെക്കിയ തലയുടെ ഭാഗം അങ്ങ് പോരും. എന്നിട്ട് ഈ തൊലി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുത്തിട്ട് ഈ വാലിലിങ്ങനെ ഞെക്കണം. ഞെക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ആ നെക്കോട് കൂടി ഇങ്ങനെ അങ്ങ് പൊളിച്ചെടുത്താൽ ഇതുണ്ടോ ഒരു കംപ്ലീറ്റ്ലി ആ ചെമ്മീനിങ്ങനെ പോകും. ഇങ്ങനെയാണ് ഞാൻ എളുപ്പത്തിൽ കിള്ളുന്നത് കേട്ടോ. ഞാൻ ഈ കുറേ നാളായിട്ട് ചെമ്മീൻ ഞാൻ ഈ ഒരു മെത്തേഡാട്ടോ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല എന്തെങ്കിലും രീതി ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഇതിന് ചെമ്മീന് വാലില്ലായിരുന്നു കേട്ടോ, വാല് പോയിട്ടുണ്ട്. അതാണ് ഇതുണ്ടോ ഇത്രയും വേസ്റ്റും ഇത്രയാണ് നമുക്ക് ചെമ്മീൻ കിട്ടുന്നത്. നമുക്കിത് മുഴുവൻ പൊളിച്ചെടുക്കാവേ. അപ്പോൾ നമ്മൾ ഫുൾ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്രയും വേസ്റ്റ് ഉണ്ട്. ആദ്യത്തെ ചെമ്മീനുകൾ കണ്ടല്ലേ നമ്മൾ കിള്ളുന്നതിന് മുമ്പ്, അപ്പോൾ അതിന് മുമ്പുള്ള ചെമ്മീൻ ഇത് ഇത്രയും വേസ്റ്റും ഉണ്ട്. നമുക്ക് ഇത്രയും ചെമ്മീനാട്ടോ ആകെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വേസ്റ്റാണ് ഇതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് നമ്മൾ മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ തൊലിയൊക്കെ നമ്മുടെ അകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും കിഡ്നി സ്റ്റോണ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ പെയിൻ കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതെടുക്കാനായിട്ട്.